ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ആൻസർ ശ്രീ യു ഷറഫ് അലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഷേപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി, പി വത്സല. ക്വസ്റ്റ്യൻ 4, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ഡി, EMS നമ്പൂതിരിപ്പാട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, നിഴലുറങ്ങുന്ന വഴികൾ. ഓപ്ഷൻ സി, നിഴലുറങ്ങുന്ന വഴികൾ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23. ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി, TK മാധവൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി, AK ഗോപാലൻ. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഫസ്റ്റ്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്ന് വിളിച്ചു. സെക്കൻഡ്, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. തേർഡ്, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. തേർഡ്, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ, തേർഡ് മാത്രം, അതായത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ദെൻ 11th ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ഡി, ഗോദാവരി. ഓപ്ഷൻ ഡി, ഗോദാവരി. ദെൻ 12th ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ?
കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ആൻസർ ഓപ്ഷൻ ബി, സെക്കൻഡ് ആൻഡ് തേർഡ്. അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഇത് രണ്ടുമാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഇനി 13th ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1853. ഓപ്ഷൻ എ 1853. 14th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ജാറിയ. ദെൻ 15th ക്വസ്റ്റ്യൻ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. ആൻസർ ഓപ്ഷൻ ബി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല. ദെൻ 16th ക്വസ്റ്റ്യൻ. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്.